മൂത്ത ഇറങ്ങാൻ പോയപ്പോ എനിക്ക് പിടി വിട്ട് പിന്നെ ആരും സഹായവും ഇല്ല. എൻ്റെ ആമക്കളുണ്ടായിരുന്നെങ്കിൽ നടന്നു പോയേനെ, പക്ഷെ നമുക്കില്ലാതെ വന്നപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഈ സാറിന് രണ്ടും ഇവിടെ വന്ന് കണ്ടിട്ട് എനിക്ക് ഇത്രയും സഹായങ്ങൾ തന്നത്. എനിക്ക് കുഞ്ഞുങ്ങൾ 3 പേരായിരുന്നു. അതിൽ മൂത്ത മോന് വണ്ടി, ഇളയ മോനെ മുമ്പേ മരിക്കുന്നത് 2017. അവന് ഒരു ദിവസത്തേക്ക് വണ്ടി പോയിട്ട് പിറ്റേന്ന് വെളുപ്പിലേക്ക് കേൾക്കുന്നു അവനൊരു അപകടം പറ്റി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പിന്നെ എനിക്കൊന്നും പറയാനില്ല. തൊഴിലുറപ്പിനും പോയി വീട്ടിലൊക്കെ തുടയ്ക്കാനും തൂക്കാനൊക്കെ പോയി കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കട വായനക്കാട്ടി വലിച്ചു വെച്ച് എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര പ്രയാസത്തിൽ കഴിഞ്ഞ് ഈ സാറിന് രണ്ടും ഇവിടെ വന്ന് കണ്ടിട്ട് എനിക്ക് ഇത്രയും സഹായങ്ങൾ തന്നത്. മഴ പെയ്ത പട്ടിണിയാണെങ്കിൽ നമ്മുടെ വയറും വായേ അറിയത്തുള്ളൂ. ഒരു വീടില്ലെങ്കിൽ നമ്മളെന്തോ ചെയ്യും സാർ? എനിക്ക് കാഴ്ചയില്ലായിരുന്നു, അങ്ങനെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുക. മൂത്ത ഇറങ്ങാൻ പോയപ്പോൾ എനിക്ക് പിടി വിട്ട് പിന്നെ ആരും സഹായവും ഇല്ല. പിന്നെ ഈ സാറുണ്ടായോണ്ട് എനിക്ക് മറക്കാനൊക്കത്തില്ല. എൻ്റെ സഹോദരങ്ങളെ പോലെ വന്നിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എന്നെ ഇത്രയും മേലെ നടത്തി തന്ന്. പിന്നെ 2 കുഞ്ഞുങ്ങൾ ഞാൻ വിചാരിച്ച് അവരെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് മൂത്ത വെച്ച് പഠിക്കാൻ പിടിക്കുക. മോളെ മക്കളെ പിന്നെ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയും, മരണം വരെ കിടക്കണ്ടേ. അവൻ കളഞ്ഞങ്ങ് പോവുകയും ചെയ്തു. ഭർത്താവ് പിന്നെ പിള്ളേരെ നോക്കിയല്ലേ പറ്റൂ. ഇവിടെ സാർ ഇവിടെ വന്ന് കണ്ടിട്ട് അല്ല സാറ് പിന്നെ വന്നേ. സാറ് വന്ന് കണ്ടിട്ട് അങ്ങ് പോയി. ഞങ്ങളുടെ അനിൽ സാറ് കണ്ടപ്പോഴത്തേക്ക് മഴ പെയ്ത് ചോന്നൊലിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ സാറിന് വിഷമം തോന്നി. സാറ് പിന്നെ എന്നെ വിളിച്ച് അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ച് ഇതെങ്ങനെയാ. ഞാൻ 3 ലക്ഷം രൂപയേ ഉള്ളൂ, ബാക്കി എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അച്ഛന്മാരും കൂടെ ഒക്കെ സഹായിച്ച് ഇത്രയൊക്കെ ചെയ്ത് തന്ന്. ഇനി സാറും കൂടെ ഇവിടെ വന്ന് സാറിവിടെ വന്ന് കണ്ടിട്ട് സാറിന് തന്നെ സങ്കടമായിപ്പോയി. സാർ അന്നേരം സാറിനെ വിളിച്ച് പറഞ്ഞു. അത്രയ്ക്കും വിഷമമായി സാറ് പോയതും. സാറ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും, വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയൊക്കെ നടന്ന് ഞങ്ങൾക്ക് ഇത്രയൊരു സഹായം ഈ സാറുമാരും ഇല്ല സാറേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് അനുവദിക്കുന്ന പോലും ഞങ്ങൾക്ക് മെമ്പർ സാറും ഉണ്ടായോണ്ട് സാറ് ചെന്ന് സാറിനെ കണ്ടുപിടിച്ച് ഇതെല്ലാം കൂടെ. സാറിന് ഒരുപാട് പൈസ ചിലവായി, സാറിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവായി. സാർ അങ്ങനെ ഒരു മനുഷ്യൻ്റെയും 10 പൈസയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ എന്നോട് അനിൽ മെമ്പറെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ ഒരു വീടുണ്ടോ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ റോട്ടറി ക്ലബിൻ്റെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടെ ചേർന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കണ്ട്. അപ്പോൾ നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ അന്ന് ഞാൻ പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി രായം വർഗീസ് ചാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് തന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു. ചിറ്റിലപ്പള്ളിക്ക് ആപ്ലിക്കേഷൻ അയച്ചു. അപ്പോൾ അവരത് സാങ്ഷനാക്കി തന്നു. അപ്പോൾ അങ്ങനെ പത്തനാപുരം റോട്ടറി ക്ലബും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടെ ചേർന്ന് നല്ലൊരു തുക കൊടുക്കാൻ പറ്റി. പിന്നെ അവർ അല്ല വെച്ച് ഘട്ടം ഘട്ടമായിട്ട് തുക കൊടുത്തു. അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതും എടുത്തു. അന്ന് വീട് കണ്ടാൽ വളരെ വളരെ ദയനീയ അവസ്ഥയായിരുന്നു. ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പഴയ വീട്. ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പഴയ വീട്. എല്ലാം പോയിരിക്കുമായിരുന്നു. കാരണം മഴ പെയ്ത വെള്ളം മൊത്തം വീട്ടിനകത്ത് വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പ്രതീക്ഷിച്ചല്ല സാറേ, സന്തോഷം. എൻ്റെ ആമക്കളുണ്ടായിരുന്നെങ്കിൽ നടന്നു പോയേനെ, പക്ഷെ നമുക്കില്ലാതെ വന്നപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഞങ്ങളെ കൊണ്ടൊക്കെ ഇനി ഒരു വീട് വെക്കാം. പഴയ വീട് കണ്ടാലേ ഇതിൻ്റെ ഒരു ഞങ്ങളിത് ചെയ്തപ്പം എല്ലാം വളരെ വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? വളരെ വൃത്തിയായിട്ട് ഒരു കുറവില്ല. ഒരു കുറവ് ഏറ്റവും നല്ല ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. കിച്ചൺ തന്നെ നോക്കണത് വളരെ എല്ലാം നല്ല ഗ്രാനൈറ്റ് സ്ലാബും എല്ലാം ഒരിക്കലും വിചാരിച്ച ഒരു കാര്യങ്ങളല്ല. നല്ല ടൈൽസും ഒക്കെ ഇട്ട്. അതുപോലെ തന്നെ ഇവര് ഇത്ര അംഗങ്ങളുള്ള 2 ബെഡ്റൂം വളരെ നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു കോമൺ ബാത്റൂമാണത്. ബാത്റൂമിനകത്തൊന്നും എല്ലാം ഏറ്റവും നല്ല മോഡേൺ രീതിയിൽ. ആ ഫ്രണ്ടിലെ കഥ തന്നെ നോക്കിയായിട്ട് അതൊന്നും ഒട്ടും നമ്മൾ ഒരു ഇതുമില്ലാതെ ഏറ്റവും നല്ല രീതി വേണമെന്നുള്ള ഒരു ചിന്തയിൽ തന്നെ ചെയ്തതാണ്. സ്ഥലം നീളത്തിലായിരുന്നു, വീതി ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഞായറാഴ്ച റോട്ടറി ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ
ടീന ആൻ്റണി ഉണ്ട്. പുള്ളിക്കാരി വന്നാണ് ഈ താക്കോല് കൊടുക്കുന്നത്. ഈ ഞായറാഴ്ച താക്കോല് ദാനം നടത്തും. എല്ലാവരും വരണം. എനിക്ക് സന്തോഷം. എല്ലാ സാറുമാരും വരണം. അതിൻ്റെ അകത്തുള്ള സാറന്മാർ ആരെല്ലാം ഉണ്ടോ എല്ലാവരും വരണം. 2 സാറന്മാരും ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. ആ ഒരു മനസ്സിന്റെ ഞങ്ങളുടെ ദൈവമാണ്. ഇതെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കണക്ട് ചെയ്തു. നല്ല സാറ്. അയ്യോ ദൈവമാണേ സാറേ. ഞങ്ങൾ മരിച്ചു പോയാലും പെൺപിള്ളാരെയും കൊണ്ട് കിടക്കണ്ടേ? അടച്ചുറപ്പുണ്ടവർക്ക് നല്ല കളഞ്ഞിട്ടൊന്നേ ശരിയല്ല. 2 ആമക്കളും മരിച്ചു പോയതാണ്. 2 ആമക്കളും മരിച്ചു. പിന്നെ നമ്മളെ നോക്കാൻ ആരുമില്ല. ഞാൻ എപ്പോഴും പറയും, വയ്യാതെ വന്ന ഗാന്ധി ഭവനിലെ സ്നേഹതീരത്തിലും അതിനുള്ള വഴിയുള്ളൂ. അവർക്ക് അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് ഇത്രയും ഒരു കൈത്താക തന്നത് എനിക്ക് സന്തോഷം. എനിക്ക് അതേ എല്ലാവരും സഹായിച്ചു. അവിടെ പള്ളിയിൽ നിന്ന് കുറച്ച് സഹായം, പള്ളിയിൽ നിന്നല്ലേ സന്തോഷമായിരുന്നു. പക്ഷെ എനിക്ക് വീട് വെച്ചാൽ കടം വന്നാൽ നികത്താൻ ഒത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എൻ്റെ സഹോദരിയും സഹായിച്ചു. ഒരു വയ്യാത്ത കൊച്ചുണ്ട്, ആ കൊച്ചും സഹായിച്ചു. എല്ലാവരും സഹായിച്ചു. എല്ലാം കൊണ്ട് ഞാൻ പിന്നെ 2 പേര് പോകുമ്പോഴുള്ള ദുഃഖം